നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. രക്തദാതാക്കളെന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ മുഴുവൻ അപകടകാരികളെന്ന മുദ്രകുത്തുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി വിവേചനത്തെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാ ട്രാൻസ്ജെൻഡറുകളെയും അപകടകാരികളായി മുദ്രകുത്തി അവരെ അപമാനിക്കാൻ പോവുകയാണോ നമ്മൾ? എല്ലാ ട്രാൻസ്ജെൻഡറുകളും ലൈംഗിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, എൻ കോടീശ്വരൻ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് രക്തം ദാനം ചെയ്യുന്നതിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ 2017 രക്തദാതാക്കളുടെ മാർഗനിർദ്ദേശങ്ങളിലെ സെക്ഷൻ 12, 51 എന്നിവയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. HIV, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി അണുബാധകൾക്കുള്ള ഉയർന്ന അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർ, സ്ത്രീ ലൈംഗിക തൊഴിലാളികൾ എന്നിവരെ രക്തദാനം ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്ന നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളെയും ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ആരെയും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല മാർഗനിർദ്ദേശങ്ങളെന്നും പൊതുജനാരോഗ്യവും ക്ഷേമവും മനസ്സിൽ വെച്ചുകൊണ്ട് ഡോക്ടർമാരും വിദഗ്ധരും ഉൾപ്പെടുന്ന NBDC ശാസ്ത്രീയ മനോഭാവത്തോടെയാണ് ഇത് തയ്യാറാക്കിയതെന്നും കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി പറഞ്ഞു. ഇതിന് മറുപടിയായി ട്രാൻസ്ജെൻഡറുകളെ ഒറ്റപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന വിവേചനത്തെക്കുറിച്ചുള്ള ആശങ്കയും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അവർക്ക് അത്തരമൊരു വിവേചനത്തിന്റെ തോന്നൽ ഉണ്ടാകരുത്. ആരോഗ്യ നിലവാരത്തിൽ വിട്ടുവീഴ്ചയും ചെയ്യരുത്. മെഡിക്കൽ മുൻകരുതലുകളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാതെ ട്രാൻസ്ജെൻഡറുകളുടെ വിവേചനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്രത്തിന് സമയം നൽകിക്കൊണ്ട് ബെഞ്ച് പറഞ്ഞു. അണുബാധ സാധ്യതകൾ പരിശോധിച്ച് നിയന്ത്രിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മാറുന്ന കാലത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയുടെ നിർദ്ദേശം വിദഗ്ധരുടെ മുമ്പാകെ ഉന്നയിക്കുമെന്നും ASG ഭാട്ടി ബെഞ്ചിന് ഉറപ്പു നൽകി. രക്തം ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് നേരിട്ട് രക്തബാങ്കുകളിലേക്ക് പോകുന്നുവെന്നും തലസ്മയ രോഗികൾ പോലുള്ള ദുർബലരായ ആളുകൾ പൂർണ്ണമായും ഈ രക്തബാങ്കുകളെയാണ് ആശ്രയിക്കുന്നതെന്നും ഭാട്ടി ബെഞ്ചിനെ അറിയിച്ചു. ലോകമെമ്പാടും ട്രാൻസ്ജെൻഡർമാരെ ഉയർന്ന അപകട സാധ്യതയുള്ള ഗ്രൂപ്പായി കണക്കാക്കുന്നു. അണുബാധ തിരിച്ചറിയേണ്ട സമയമുണ്ട്. അപകട സാധ്യത പരിഗണിക്കേണ്ടതുണ്ട്. രക്തം ദാനം ചെയ്യാനുള്ള മൗലികാവകാശം ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ആരെയും കളങ്കപ്പെടുത്തരുത് എന്ന ആശയമുള്ളതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായി നിന്ന് കാണണമെന്നും ഭാട്ടി കൂട്ടിച്ചേർത്തു. ലിംഗവ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ വിവേചനം കാണിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് മണിപ്പൂർ ആസ്ഥാനമുള്ള ട്രാൻസ്ജെൻഡറും സാമൂഹിക പ്രവർത്തകനുമായ തഞ്ചം ശാന്ത സിംഗ് സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു.